ഹായ്, ദിസ് ഈസ് ജിതിൻ ഫ്രം ബാക്ക് ബെഞ്ചേഴ്സ് ഒപ്റ്റോമെട്രി. കുറച്ച് കാലമായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മുടെ ഇഷിഹാര ടെസ്റ്റ്, നമ്മൾ കളർ വിഷനൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇഷിഹാര ടെസ്റ്റിനെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തിയറി ഞാൻ അധികം പറഞ്ഞു പോകുന്നില്ല. തിയറി കാരണം നമ്മൾ ഓൾറെഡി മുന്നത്തെ ഒരു വീഡിയോയിൽ 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി കളർ വിഷൻ്റെ. അതിലെൻ്റെ തലയില്ലാന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ടൈപ്സ്, കളർ വിഷൻ്റെ ബാക്കി ടെസ്റ്റുകൾ, അതിൽ എന്തൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ടെസ്റ്റുകൾ. അപ്പോൾ ഇതിൻ്റെ തിയറിയൊക്കെ മൊത്തം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തിയറി കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ക്ലിനിക്കിലേക്ക് വേണ്ട, എനിക്ക് തോന്നുന്ന ഭൂരിഭാഗം ആൾക്കാർക്ക് ഇപ്പോഴും ഇതൊരു കൺഫ്യൂഷനുള്ള സാധനമാണ്. കാരണം ഇതെങ്ങനെ റെക്കോർഡ് ചെയ്യേണ്ടത്, കുറേ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ നിങ്ങൾ വേറെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കുറേയൊക്കെ മറന്നു പോകും. ഇപ്പോഴും കൃത്യമായിട്ട് ഒരു ഐഡിയ ഇല്ലാത്തവരുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ആക്കി തരാം. സിമ്പിളായിട്ടുള്ളൊരു സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നത് മെജോറിറ്റി ആൾക്കാർ ഇപ്പോഴും ഇതിൻ്റെ റെക്കോർഡിങ് നോർമൽ അല്ലെങ്കിൽ അബ്നോർമൽ എന്നൊക്കെയാണ് എഴുതി വിടുന്നത്, അല്ലെങ്കിൽ 38/38 അങ്ങനെ അല്ല ശരിക്കും ഇത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഒരു ഫുള്ള് വൃത്തിയായിട്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ദിസ് ഇസ് ജിതിൻ, എല്ലാവർക്കും വെൽക്കം ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ആസ് എ ഇൻട്രൊഡക്ഷൻ, ഈ ഒരു ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. കളർ ഡെഫിഷ്യൻസി നമുക്ക് ഇതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. തിരിയുന്നുണ്ടോ, തിരിഞ്ഞാണോ വരുന്നത് അറിയില്ല. കളർ ഡെഫിഷ്യൻസി. ഓക്കെ, കളർ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കുക. അപ്പോൾ കളർ ഡെഫിഷ്യൻസി ഉണ്ട്, കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്. എന്താ കളർ ബ്ലൈൻഡ്നെസ്സും ഡെഫിഷ്യൻസിയും തമ്മിലുള്ള വ്യത്യാസം? കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കളറെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ട്രൈക്രോമാറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നോർമലായിട്ട് കളർ വിഷൻ ഉള്ള ഒരാളെ നമ്മൾ വിളിക്കുന്നവരാണ് ട്രൈക്രോമാറ്റിസം. അതായത് റെഡ്, ഗ്രീന്, ബ്ലൂ, നമ്മുടെ പ്രൈമറി കളേഴ്സ് ആയിട്ടുള്ള റെഡും ഗ്രീനും ബ്ലൂവും കമ്പൈൻ ചെയ്തിട്ട് കാണാൻ പറ്റുമ്പോഴാണ് നമുക്ക് കളർ വിഷൻ ഉണ്ടാവുക. അപ്പോൾ 3 കളറും കൃത്യമായിട്ട് കണ്ട് ഒരു കളറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൈക്രോമാറ്റിസം. ഈ ട്രൈക്രോമാറ്റിസം ആബ്സെൻ്റ് ആയ ഒരാളാണ് ആര്? ബ്ലൈൻഡ് ആയിട്ടുള്ള, കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾ. കളർ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ കളർ ബ്ലൈൻഡ് അല്ല, പക്ഷേ അവർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റില്ല, എന്നാലും ഒരു വ്യത്യാസം അവർക്ക് തിരിച്ചറിയാൻ പറ്റും. പച്ചയും കടുംപച്ചയും നമ്മളിങ്ങനെ ഇളംപച്ച, കടുംപച്ച അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ അവർക്ക് കൃത്യമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല, പക്ഷേ എന്നാലും അവർക്ക് എന്തറിയാൻ പറ്റും, ഏകദേശം ഒരു പച്ച പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ, കളർ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടെസ്റ്റിൽ അറിയാൻ പറ്റും. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബുക്ക് 38 പ്ലേസിൻ്റെ ബുക്കാണ്. 38 പ്ലേറ്റ്സ് ഉള്ള ബുക്കുണ്ട്, 24ൻ്റെ ബുക്കുണ്ട്, അതേപോലെ തന്നെ 16ൻ്റെ ബുക്കുണ്ട്. അതിൽ 38 നമുക്ക് ഫുള്ളായിട്ടുള്ള ഒരു എക്സാമിനേഷൻ കിട്ടുന്ന സമയത്ത് 24ഉം 16 നമ്മൾ സ്ക്രീനിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഉള്ളത് 24 ആയിരിക്കും, അല്ലെങ്കിൽ 60 ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ബേസ് ചെയ്തിരിക്കുന്ന സെയിം പ്രിൻസിപ്പിളും സെയിം സാധനമാണ്. സ്ക്രീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഐ ക്യാമ്പിനൊക്കെ പോകുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു പേഷ്യൻ്റെ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത്രയും പ്ലേറ്റ്സ് ഒക്കെ വായിച്ചെടുക്കുന്ന സമയം കൊണ്ട് സ്ക്രീനിങ്ങിന് എളുപ്പം നമ്മൾ സ്കൂൾ ക്യാമ്പിനൊക്കെ പോകുമ്പോൾ 10,000-2,000 പിള്ളേരുണ്ടാവും. അപ്പോൾ 2,000 പിള്ളേർ ഈ 38 പ്ലേറ്റ്സ് ഒക്കെ വായിപ്പിച്ചെടുക്കുക അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യം അല്ലാത്തതുകൊണ്ട് നമുക്ക് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് ചെറിയ പ്ലേറ്റ്സ് 16 പ്ലേറ്റ്സിൻ്റെ ഒക്കെ ബുക്കുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ടും റെഡിൻ്റെയും ഗ്രീനിൻ്റെയും ഡെഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. റെഡ് ഗ്രീൻ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നും എന്തുകൊണ്ടാണത് വരുന്നതെന്നൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഷോർട്ടായിട്ടൊന്ന് പറയാം. നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റ് വരുന്ന സമയത്ത്, അതായത് ലൈറ്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോൾ നമ്മുടെ കണ്ണ് ഇതിനെ കളറായിട്ടല്ല കാണുന്നത്. നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റ് വരുമ്പോൾ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്, അല്ലേ? വിബ്ജിയോൾ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറൻറ്റ് വേവ് ലെങ്ത്തിലുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ് നമ്മുടെ കണ്ണിനുള്ളിലേക്ക് വരുന്നത്. അപ്പോൾ ഈ വേവിനെ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള റെറ്റിന റിസീവ് ചെയ്യുമ്പോൾ ആ വേവിനെ അതിൻ്റെ വേവ് ലെങ്ത്തിനനുസരിച്ച് ഡിഫറൻറ്റ് കോൺസ് ആണ് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടിയ വേവ് ലെങ്ത്തുള്ള റെഡ് വേവ്, അല്ലേ? റെഡ് 400 തുടങ്ങി 750 വരെയാണ് നമ്മുടെ വിസിബിൾ ലൈറ്റിൻ്റെ സ്പെക്ട്രം വരുന്നത്. അപ്പോൾ ഏറ്റവും വേവ് ലെങ്ത്ത് കൂടിയിട്ടുള്ള റെഡ് ലാർജ് ആയിട്ടുള്ള കോണുകളാണ് അബ്സോർബ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു മിഡിലിൽ വരുന്ന മീഡിയം കോൺസ് ആണ് ഗ്രീനിന് അബ്സോർബ് ചെയ്യുന്നത്. ഏറ്റവും ഷോർട്ടായിട്ട് വരുന്ന വേവ് ആയിട്ടുള്ള ബ്ലൂവിന് അബ്സോർബ് ചെയ്യുന്നത് ഷോർട്ടായിട്ടുള്ള കോണാണ്. അപ്പോൾ നമ്മുടെ റെറ്റിനയിൽ 3 തരത്തിലുള്ള കോൺസ് ഉണ്ട്: ലാർജ്, മീഡിയം, ഷോർട്ട്. അപ്പോൾ ഈ ലാർജിനെയും മീഡിയത്തിനെയും എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴായിരിക്കും റെഡിനും ഗ്രീനിനും ഡെഫിഷ്യൻസി വരിക. അപ്പോൾ നമ്മുടെ ഈ സാധനം എന്തിനാണ് ഇപ്പോൾ ബേസ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ റെറ്റിനയിലുള്ള ലാർജ് കോൺസിനും മീഡിയം കോൺസിനും എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴായിരിക്കും റെഡ് ഗ്രീൻ ഡെഫിഷ്യൻസി വരിക. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്
നമ്മുടെ ഈ ഇഷിഹാര ടെസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അല്ല. കളർ വിഷൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് നേഗിൾസ് അനോമലോസ്കോപ്പാണ്. അനോമലോസ്കോപ്പിലാണ് നമുക്ക് കറക്റ്റ് ബ്ലൂവിൻ്റെ ഡെഫിഷ്യൻസിയും കൂടി കിട്ടുക. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ റെഡും ഗ്രീനും മാത്രമേ കിട്ടത്തുള്ളൂ, ബ്ലൂ ഡെഫിഷ്യൻസി നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും വരുന്നൊരു കളർ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെഡ് ഗ്രീൻ ഡെഫിഷ്യൻസിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഇത് അഫോർഡബിൾ ആണ്. മറ്റേ അനോമലോസ്കോപ്പൊക്കെ വാങ്ങാൻ കുറേ പൈസയാവും. ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ബുക്ക് ആയതുകൊണ്ടും പിന്നെ എല്ലാവരും എക്കണോമിക്കൽ പരിപാടിയാണ് നോക്കുന്നത്, അതുകൊണ്ടും എല്ലാവർക്കും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ആയതുകൊണ്ടാണ് ഈ ടെസ്റ്റ് ഇത്രയും പോപ്പുലർ ആയത്. ബാക്കി ഇപ്പോൾ കവർ ടെസ്റ്റും അൺകവർ ടെസ്റ്റൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് വലിയ പൈസ ചിലവൊന്നും ഇല്ലാതെ എന്നാൽ കാര്യം നടക്കുകയും ചെയ്യും, എന്നാൽ വലിയ ചിലവൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഈ സാധനം ഭയങ്കര പോപ്പുലർ ആയത്. അത് മാത്രമല്ല ഇതിൽ ഡെഫിഷ്യൻസിയും കൂടി കിട്ടും. ഓക്കെ, അപ്പോൾ റെഡും ഗ്രീനും കോമണുമാണ്. ഈ പറഞ്ഞ പോലെ ഡെഫിഷ്യൻസി ആയിട്ടുള്ള ആളെ നമുക്ക് അറിയാനും പറ്റും, സ്ക്രീനിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, ഈസിയാണ്, അഫോർഡബിൾ ആണ്, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, ടൈം അധികം വേണ്ടാത്ത ഒരു അടിപൊളി ടെസ്റ്റ് തന്നെയാണ്. ഞാൻ കുറ്റം പറഞ്ഞതല്ല, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കളർ വിഷൻ ഡെഫിഷ്യൻസിയുടെ ഒരു സ്റ്റഡീസൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇത് അഫക്റ്റ് ചെയ്യുന്നത് മെയിൽസിനെയാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ സ്ക്രീനിങ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാ ബുക്കിലും ഒരേ നമ്പറാണ്. നമുക്കിതിൻ്റെ PDF ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ കളർ ഡെഫിഷ്യൻറ്റി ആയിട്ടുള്ള ആൾക്ക് ഇപ്പോൾ ഈവൻ നമ്മൾ എക്സൈസിലും പോലീസിലും ഫോറസ്റ്റിലേക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ കുറേ ആൾക്കാർ നമ്മളടുത്ത് സ്ക്രീനിങ്ങിന് വരും. അതേപോലെ ലൈസൻസിനൊക്കെ വരുന്ന സമയത്ത് ഞാൻ ക്ലിനിക്കിൽ നിന്നപ്പോൾ എൻ്റെ ഒരാൾ ഇന്നൊരു ദിവസം ഞാൻ കൈയോടെ പിടിച്ചതാണ്. അപ്പോൾ പുള്ളി എന്താണെന്ന് വെച്ചാൽ പുള്ളി ഇത് ബൈഹാർട്ട് പഠിച്ചിട്ട് വന്നു ഈ നമ്പേഴ്സ്. കാരണം ഇത് PDF കിട്ടും, പുള്ളിക്ക് കളർ വിഷൻ ഡെഫിഷ്യൻറ്റി ഉണ്ട്. അപ്പോൾ ഒരു എക്സാം ക്ലിയർ ചെയ്ത് നിൽക്കുകയാണ്, അതിൻ്റെ സ്ക്രീനിങ്ങിനൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പുള്ളി ഇത് കാണാപ്പാടം പഠിച്ചിട്ട് വന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ പേജ് മറിക്കുന്നു, പുള്ളി അതിനനുസരിച്ച് നമ്പർ പറഞ്ഞു പോകുന്നു. പക്ഷേ അറിയാതെ ഇങ്ങനെ ഒരു പേജ് ഇങ്ങനെ കൈ തട്ടി ഇങ്ങനെ അറിയാതെ നമ്മളിങ്ങനെ ഒരു വിരലിങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചിട്ടാണല്ലോ അത് മറിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ 2 പേജ് അടുപ്പിച്ചങ്ങ് മറിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. അപ്പം ഞാൻ തിരിച്ച് വായിപ്പിച്ചു, തിരിച്ചിങ്ങനെ ബാക്കിലേക്ക് മറിച്ച് നോക്കിയപ്പോൾ പുള്ളിക്ക് അത് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളെപ്പോഴും ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഒരു സാധനത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് എന്താ പറയുക, നമുക്ക് അറിയാത്ത ഒരാൾക്ക് വേണമെങ്കിൽ ഇത് ബൈഹാർട്ട് പഠിച്ച് വന്നിട്ട് നമ്മളെ പറ്റിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത് മെയിൽസിന് കളർ വിഷൻ ഡെഫിഷ്യൻസി കുറച്ചും കൂടി ഫീമെയിൽസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതലായിരിക്കും സ്റ്റഡീസ് പറയുന്നത് കേട്ടോ. അതിൻ്റെ റീസൺ കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ടും ജെനറ്റിക്കലായിട്ടുള്ള റീസൺ കൊണ്ടാണ് പ്രസൻസ് ഓഫ് ക്രോമസോംസ്. ഇപ്പോൾ മെയിൽസിൽ Xഉം Yയും ആണ്, ഫീമെയിൽസിൽ Xഉം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രോമസോമിൻ്റെ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ജെനറ്റിക്കൽ ആയിട്ടാണ് ഇത് അധികവും വരുന്നത്. അധികവും കളർ വിഷൻ ഡെഫിഷ്യൻസി കൺജെനിറ്റലാണ് ഭൂരിഭാഗം കേസുകളിലും. ഇനി അക്വേർഡായിട്ട് വരുന്ന സമയത്താണ് ഭൂരിഭാഗം ഈ ബ്ലൂ യെല്ലോ ഡെഫിഷ്യൻസി വരുന്നത്. ഈവൻ ഗ്ലോക്കോമയൊക്കെ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ HFA ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല, HFA ഒക്കെ ചെയ്യുന്ന സമയത്ത് ബ്ലൂ ഓൺ യെല്ലോ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. HFAയിൽ ഫുള്ള് ലൈറ്റ് മാറിയിട്ട് അതിൽ നീല ഡോട്ട് വരുന്നത്, അത് ഗ്ലോക്കോമയുടെ സ്ക്രീനിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും അതേപോലെ നിങ്ങൾ നമ്മുടെ കുറേ പേഷ്യൻസ് സ്ക്രീനിങ്ങിന് വരുമല്ലോ, TB ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഡ്രഗ് എടുക്കുന്ന സമയത്തും ആ ഡ്രഗിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് കളർ വിഷൻ ഡെഫിഷ്യൻസി. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്തും നമുക്ക് അധികം അക്യൂർഡ് കണ്ടീഷൻസിൽ അധികവും വരുന്നത് ബ്ലൂ യെല്ലോ ഡെഫിഷ്യൻസിയാണ്. അല്ലാതെ കൺജനിറ്റലായിട്ട് വരുന്ന ഭൂരിഭാഗം ഡെഫിഷ്യൻസികളും ഗ്രീൻ റെഡാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 12 മെയിൽ പേഷ്യൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് കളർ വിഷൻ ഡെഫിഷ്യൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് ഒരു ഫീമെയിൽ 200 പേര് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് മാത്രമേ കളർ വിഷൻ ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതയുള്ളൂ. സ്റ്റഡീസ് പറയുന്നതാണ്. അത് പല സ്റ്റഡീസിലും പല രീതിയിലുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കിയ ഒരു സ്റ്റഡിയിൽ അങ്ങനെയാണ്, ആ ഒരു കണക്കാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്കിതിൻ്റെ ഒരു പോപ്പുലേഷനൊക്കെ പറയാൻ പറ്റുക. അതേപോലെ തന്നെ ഇനി ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോട്ടനോപ്പിയ, ഡ്യൂട്ടനോപ്പിയ. ഇതെന്താണെന്ന് അറിയാലോ? പ്രോട്ടനോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR വർക്ക്, മുഖ്യമന്ത്രിയുടെ PR വർക്ക് എന്നൊക്കെ ഇപ്പോൾ കേട്ടല്ലേ, PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിലേക്കുള്ള PR, UK PR എന്നൊക്കെ പറഞ്ഞ പോലെ P എപ്പോഴും Rൻ്റെ കൂടാന്ന് വിചാരിച്ചു വെക്കുക. പ്രോട്ടനോപ്പിയ എപ്പോഴും റെഡായിരിക്കും. ഓക്കെ, ഡ്യൂട്ടനോപ്പിയ എപ്പോഴും ഗ്രീൻ ആയിരിക്കും. അത് ഡിഗ്രി എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഡ്യൂട്ടനോപ്പിയ D എന്നല്ല, സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ DE എന്നല്ലേ. അപ്പോൾ DE ഗ്രീൻ, ഡിഗ്രി. ഓക്കെ, PR അതോടെ തന്നെ ഡിഗ്രി, PR ഡിഗ്രിയും. അപ്പോൾ പ്രോട്ടനോപ്പിയയും ഡ്യൂട്ടനോപ്പിയയും, ഈ ഓപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആംബ്ലിയോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ,
ഓപ്പിയ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്ലൈൻഡ്നെസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രോട്ടനോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും, റെഡ് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഡ്യൂട്ടനോപ്പിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തായിരിക്കും, ഗ്രീൻ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ പ്രോട്ടനോപ്പിയ അല്ലെങ്കിൽ ഡ്യൂട്ടനോപ്പിയ എന്ന് പറയും. ഇനി ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അനോമലി എന്ന് പറയും, അല്ലേ. അനോമലീസ് ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇൻസഫിഷ്യൻസി, അക്കോമഡേഷൻ ഇൻസഫിഷ്യൻസി കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അനോമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഫുള്ളായിട്ട് പ്രശ്നമില്ല, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്, അതിനാണ് ഡെഫിഷ്യൻസി എന്നുള്ളതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് അനോമലി. അപ്പോൾ പ്രോട്ടൻ ആണെന്നുണ്ടെങ്കിൽ റെഡ് കാണാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമ്മൾ പ്രോട്ടനോമലി എന്ന് പറയും. ഓക്കെ, പ്രോട്ടനോമലി. അതുപോലെ തന്നെ ഗ്രീൻ കാണാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്യൂട്ടനോമലി എന്ന് പറയും. അപ്പോൾ അവർക്ക് എന്തായിരിക്കും, കംപ്ലീറ്റ് ആയിട്ട് പ്രശ്നമില്ല, പക്ഷേ എന്തുണ്ട്, പാർഷ്യലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും പാർഷ്യലി അല്ലെങ്കിൽ അനോമലി ഉള്ള ആൾക്കാരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ ഇത് തുറന്നിട്ട് ഇതിനകത്ത് ഓരോ സ്ലൈഡും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള പ്ലേറ്റ്സിനെ പറ്റി ഒന്ന് നോക്കാം. ഇത് ഞാനിപ്പോൾ പറയാൻ പറഞ്ഞത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എക്സാം ഒക്കെ വരുന്ന സമയത്ത് ഇതിൽ മെയിനായിട്ടും 6 തരത്തിലുള്ള പ്ലേറ്റ്സുകളാണ്, 6 ടൈപ്സ് പ്ലേറ്റ്സ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സാമിന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. അത് സ്റ്റുഡൻസിനായിരിക്കുമല്ലോ എക്സാമിനൊക്കെ എഴുതണ്ടേ, അല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ അത് മറന്നു പോകുമായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ ഞാനിത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞാനും ചിലപ്പോൾ അത് മറന്നു പോകും. പക്ഷേ എനിക്കത് ഓർമ്മയുണ്ടോ, ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ഷോർട്ട് കട്ടുകൾ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ ഞാനതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആലോചിച്ചാലേ നമുക്കത് ഓർമ്മ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് മാത്രം ഇത് പഠിച്ചാലും മതി. അപ്പോൾ എക്സാമിൻ്റെ ആ ഒരു അരണബുദ്ധി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ കുറച്ച് നേരത്തേക്ക് നമുക്ക് ഇത് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഞാനിതെങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഒരു സംഭവം വെച്ചിട്ടാണ് ഞാനത് പഠിച്ചേക്കുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഒരു OCT മിഷൻ ഡെമോ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു OCT മിഷൻ ഡെമോ ഉണ്ടെന്നു. അപ്പോൾ ഈ ഡെമോ ഒക്കെ കഴിഞ്ഞിട്ട് ഈ മിഷൻ ഇവർ തിരിച്ചു കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഒരു മിഷൻ ഡെമോ കൊണ്ടുവന്നു. ഈ ഡെമോ കൊണ്ടുവന്ന മിഷൻ ഇവർ ട്രാൻസ്ഫർ ചെയ്യാൻ പോവാം. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മിഷൻ എടുത്ത് ഇവരൊരു വാനിൻ്റെ ഉള്ളിൽ കയറ്റി. അപ്പോൾ ഈ വാനിൻ്റെ ഉള്ളിൽ കയറ്റിയപ്പോൾ വാൻ എന്നിട്ട് ആശുപത്രിയിൽ എടുത്തു പോയി. പക്ഷേ വാന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കാണാണ്ടായി, അതായത് വാന് ഹിഡൻ ആയിപ്പോയി. അപ്പോൾ ഈ ഹിഡൻ ആയി പോയിട്ടുള്ള വാനിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സൈബർ സെല്ല് എല്ലാവരുടെ ഫോണൊക്കെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഷോർട്ട് കട്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് ഡെമോ, ഫസ്റ്റത്തെ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോൺസ്ട്രേഷൻ പ്ലേറ്റ്. രണ്ടാമത്തെ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ പ്ലേറ്റ്. അതാണ് നമ്മുടെ ഡെമോ മിഷൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത്, ഒരു വാനിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ മൂന്നാമത്തെ ടൈപ്പ് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനിഷിങ് പ്ലേറ്റ്സ്. നാലാമത്തെ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ വാൻ എന്തായിപ്പോയി, ഹിഡൻ ആയിപ്പോയി, വാൻ കാണാണ്ടായിപ്പോയി. അപ്പോൾ നാലാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിഡൻ പ്ലേറ്റ്സ്. ഈ കാണാണ്ടായിപ്പോയിട്ടുള്ള വാനിനെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്, ഡയഗ്നോസ്റ്റിക് പ്ലേറ്റ്സ്. ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്, മൊബൈൽ ഫോണൊക്കെ നമ്മൾ ട്രേസ് ചെയ്യാൻ പോവാണ്, ട്രേസിങ് പ്ലേറ്റ്സ്. മനസ്സിലായോ? അപ്പോൾ ഡെമോൺസ്ട്രേഷൻ പ്ലേറ്റ്സ്, ട്രാൻസ്ഫോർമേഷൻ പ്ലേറ്റ്സ്, വാനിഷിങ് പ്ലേറ്റ്സ്, ഹിഡൻ പ്ലേറ്റ്സ്. ഹിഡൻ ആയിട്ടുള്ള സാധനത്തിനെ നമ്മൾ കണ്ടുപിടിക്കാൻ ഡയഗ്നോസ്റ്റിക് പ്ലേറ്റ്സ്. ലാസ്റ്റത്തെ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേസിങ് പ്ലേറ്റ്സ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്, ഈ 6 ടൈപ്പ് സാധനങ്ങളാണ് നമ്മുടെ ഈ ചാർട്ടിനകത്തുള്ളത്. ഇനി ഇതിൻ്റെ നമ്പേഴ്സ് പറയാം. അപ്പോൾ ഈ പ്ലേറ്റ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്ക്രീൻ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ സൈക്കിൾ ചിലപ്പോൾ ഇപ്പുറം വരും, അത് ഞാൻ സ്ക്രീൻ ഫ്ലിപ്പ് ചെയ്ത കേട്ടോ. അപ്പോൾ നോക്കിയോ, ഫസ്റ്റത്തെ പ്ലേറ്റ്, ആദ്യത്തെ ഏറ്റവും ഫസ്റ്റത്തെ പ്ലേറ്റ്സ് ആണ് നമ്മുടെ ഡെമോൺസ്ട്രേഷൻ പ്ലേറ്റ്സ്. ഡെമോ മിഷൻ, നമ്മൾ OCTയുടെ കാര്യം പറഞ്ഞല്ലോ. ഇത് നോക്കിയാൽ ഇതാണ് നമ്മുടെ ഡെമോൺസ്ട്രേഷൻ പ്ലേറ്റ്. കണ്ടോ, 12. ഈ 12 എന്ന് പറയുന്ന നമ്പർ നമ്മൾ ഈ കളവിഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് ഞാൻ പറയാൻ വിട്ടുപോയി. നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൽ നല്ലൊരു ഇലിമിനേഷൻ വേണം. റൂമിൽ ഇലിമിനേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും വൈറ്റ് ലൈറ്റ്, അതായത് കൂടുതൽ ഗോൾഡൻ കളറിലേക്കും പോകരുത്, കൂടുതൽ ബ്ലൂ കളറിലേക്കും പോകരുത്. കാരണം ഈ കൂടുതൽ ഗോൾഡൻ കളറിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ റെഡും ഗ്രീനും ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, റെഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് റെഡിൻ്റെ ഓൾറെഡി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളറെല്ലാം ഒരു ഓറഞ്ച് മഞ്ഞ കളറായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടുതൽ നമ്മുടെ റൂം ലൈറ്റും കൂടി മഞ്ഞായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നാച്ചുറൽ ലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ആയിട്ടുള്ള ട്യൂബ് ലൈറ്റോ അല്ലെങ്കിൽ നമ്മുടെ CFL ലൈറ്റോ അങ്ങനെ വൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റിൽ വേണം ഈ ടെസ്റ്റ് ചെയ്യാൻ. അതുപോലെ കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ എന്താ പറയുക, താഴെ വെച്ചിട്ട് ഇങ്ങനെ ബൈബിളും രാമായണമൊക്കെ വായിക്കുന്ന പോലെ ഈ ബുക്ക്
താഴെ പിടിപ്പിച്ചിട്ട് വായിപ്പിക്കുന്നത്. ശരിക്കും അങ്ങനെയല്ല ഇത് വായിപ്പിക്കേണ്ടത്. ഇത് ശരിക്കും നമ്മുടെ കണ്ണിന് പാരലലായിട്ട്, അതായത് ഇങ്ങനെ വേണം ഇത് വായിപ്പിക്കാൻ. ഈ ഒരു ഡിസ്റ്റൻസ് ഒരു 60 to 75 സെൻറ്റിമീറ്റർ, 60 to 75 സെൻറ്റിമീറ്റർ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ അക്കോമഡേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കാണ്ട് നോർമലി ഇത് നമ്മുടെ ഡിസ്റ്റൻസിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ ഈ ബുക്ക് വായിപ്പിക്കാൻ. അതേപോലെ നമ്മളിത് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ നേരെ വേണം പിടിക്കാൻ. അപ്പം നമ്മുടെ സൗകര്യത്തിന് നമുക്കിത് നേരെ പിടിച്ചാൽ ഇതിൻ്റെ നമ്പർ കാണാൻ വേണ്ടിയിട്ട് ഇതിന് ചുറ്റും ഇങ്ങനെ നമ്പർ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇതുണ്ടോ, ഇതിപ്പോൾ ഒന്നാമത്തെ പ്ലേറ്റാണ്. 1 1 1 1. അപ്പോൾ നമ്മൾ ഏത് ഡയറക്ഷനിൽ പിടിച്ചാലും നമുക്കിത് അറിയാൻ പറ്റും. എനിക്കിത് 1 എന്ന് വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്രയും ഡിസ്റ്റൻസിൽ പിടിച്ചിട്ട് നമ്മൾ പെർപെൻഡിക്കുലർലി ഇങ്ങനെ പിടിച്ചിട്ട് വേണം നമ്മൾ വായിപ്പിക്കാൻ. റൂം ഇലിമിനേഷൻ വേണം. പിന്നെ പേഷ്യൻ്റ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 660 വിഷൻ വേണം. കാരണം ഈ ഒരു ലെറ്റർ സൈസ് ഏകദേശം ഒരു 660 ലെറ്റർ സൈസാണ് വരുന്നത്. അപ്പോൾ 660 വിഷനിലും താഴെയുള്ള ആൾക്കാർക്ക് കളർ വിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈ നമ്പർ വായിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അവർക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വേറെ ടെസ്റ്റുകളുണ്ട്, ആ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. 660 താഴെയുള്ള ആൾക്കാർക്ക് കളർ വിഷൻ നോക്കിയിട്ട് കാര്യമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 660 താഴെയുള്ള ആൾക്കാർക്ക് കളർ വിഷൻ നോക്കണം. പക്ഷേ ഈ ടെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 660 താഴെയുള്ള ആൾക്കാർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ നമുക്ക് ആർക്കൊക്കെ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മെയിനായിട്ടും നമ്മളെ സ്ക്രീനിങ് പർപ്പസിന്, നമ്മളെ കളർ വിഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാവും, സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സ്റ്റുഡൻസിൻ്റെ ഒക്കെ സ്ക്രീനിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കളർ വിഷൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് അതിൽ ഏത് കളറാണ് ഡെഫിഷ്യൻസ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഫണ്ടസിൽ ഇപ്പോൾ നമ്മൾ നോക്കിയ സമയത്ത് എന്തെങ്കിലും റെറ്റിന ഫണ്ടസ് ഫോട്ടോയൊക്കെ എടുത്ത സമയത്ത് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നമൊക്കെ കാണുകയാണ്, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഗ്ലോക്കോമയുടെ ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ വിഷൻ ഇപ്പോൾ കുറച്ച് കുറവാണ്, പക്ഷേ നമുക്ക് വേറെ ഫണ്ടസും മാക്കിലൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ നിങ്ങളൊരു ക്ലിനിക്കിലാണെന്ന് വിചാരിക്കുക, വിഷൻ കുറവാണ്, പക്ഷേ എന്ത് ചെയ്തിട്ടും വിഷൻ ഇമ്പ്രൂവ് ആവുന്നില്ല. ആ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ കളർ വിഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. ഞാൻ ചെയ്യാറുണ്ട്. വിഷൻ കുറവുള്ള ആൾ ഒരു 6/9 നമുക്ക് കുറവാണ്, വിഷൻ കുറവാണ്, ഇമ്പ്രൂവ് ആവുന്നില്ല, നമുക്ക് വേറെ ഇപ്പോൾ മാക്കുലെ OCTയും കാര്യങ്ങളും നമ്മുടെ ക്ലിനിക്കിൽ ഇല്ല, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കളർ വിഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇത്രയും ആൾക്കാർക്കാണ് നമ്മളിത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോൺസ്ട്രേഷൻ പ്ലേറ്റ് ആണ്. 12 നമ്പർ. ഇതെല്ലാ ആൾക്കാർക്കും വായിക്കാൻ പറ്റും. അതായത് ഈ പ്ലേറ്റ് വായിച്ചില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള പ്ലേറ്റ്സ് വായിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ പ്ലേറ്റ് എല്ലാവർക്കും വായിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ല നമ്മുടെ ഈ ടെസ്റ്റിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കോൺട്രാസ്റ്റിലുള്ള ഡിഫറൻസാണ്. അതായത് നമ്മുടെ ലെറ്റേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെയും ലെറ്ററിൻ്റെയും കോൺട്രാസ്റ്റിലുള്ള ഡിഫറൻസാണ്. ഈ 12 വായിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല, അടച്ചു വെക്കുക, അടുത്ത പണിക്ക് പോവുക. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റത്തെ പ്ലേറ്റ് 12. ഓക്കെ, ശരി, 12 അല്ല, ഡെമോൺസ്ട്രേഷൻ പ്ലേറ്റ്. ഇപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഓഫ് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ പറഞ്ഞില്ലേ OCT മെഷീൻ ട്രാൻസ്ഫർ ചെയ്യാൻ പോവുക. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ പ്ലേറ്റ്സ് ആണ് 2 തൊട്ട് 9 വരെയുള്ള പ്ലേറ്റുകൾ. ഇവിടെ നോക്കി, ഇവിടെ നമ്പർ ഉണ്ട് കണ്ടോ, ഞാൻ പറഞ്ഞാണല്ലേ, മുകളിൽ താഴേക്ക് 2 2 2 2 4 സൈഡിൽ നിന്ന് നമ്പർ ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ പ്ലേറ്റ്, മൂന്നാമത്തെ പ്ലേറ്റ്, 4ാമത്തെ പ്ലേറ്റ്, 5ാമത്തെ പ്ലേറ്റ്, 6ാമത്തെ പ്ലേറ്റ്, 7ാമത്തെ പ്ലേറ്റ്, 8ാമത്തെ പ്ലേറ്റ്, 9ാമത്തെ പ്ലേറ്റ്. അപ്പോൾ ഇത്രയും പ്ലേറ്റുകളാണ് ട്രാൻസ്ഫോർമേഷൻ പ്ലേറ്റ്സ്. ഈ ട്രാൻസ്ഫോർമേഷൻ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ നോർമലായിട്ടുള്ള ആൾക്കാർ ഈ നമ്പേഴ്സ് നോർമലായിട്ട് തന്നെ വായിക്കും. നോർമലായിട്ടുള്ള ആൾക്കാർ എല്ലാ നമ്പേഴ്സും നോർമലായിട്ട് വായിക്കുമല്ലോ. പക്ഷേ കളർ വിഷൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് തെറ്റിച്ചായിരിക്കും വായിക്കുക. ഇപ്പോൾ 8 എന്നുള്ളത് ചിലപ്പോൾ 3 എന്നായിരിക്കും വായിക്കുക, 6 എന്നുള്ളത് 5 എന്നായിരിക്കും വായിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ടേബിൾ ഞാനത് സ്ക്രീനിൽ ഇപ്പോൾ കൊടുക്കാം. അപ്പോൾ തെറ്റിച്ച് വായിക്കുന്ന നമ്പേഴ്സിൻ്റെ ഒരു നോർമലി ഉള്ള നമ്പറും പ്ലേറ്റിൻ്റെ നമ്പറും ശരിക്കുള്ള നമ്പറും, ഇനി തെറ്റിച്ച് കഴിഞ്ഞാൽ അവർ ഏത് നമ്പറായിരിക്കും വായിക്കുക, ആ ഒരു നമ്പറും ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കുക, ബുക്കും പേന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് എഴുതി വെച്ചോ. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോർമേഷൻ പ്ലേറ്റ്സ്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ പ്ലേറ്റ്സ് എന്താ, നോർമലി ഉള്ള ആൾക്കാർ നോർമൽ നമ്പർ വായിക്കും. കളർ വിഷൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, റെഡിനോ ഗ്രീനിനോ, ഇവിടെ നമുക്ക് റെഡും ഗ്രീനൊന്നും അറിയാൻ പറ്റില്ല, ഐദർ റെഡ് ഓർ ഗ്രീൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ നമ്പേഴ്സ് അവർക്ക് കാണാൻ പറ്റും, പക്ഷേ അവർ വേറെ നമ്പറായിട്ടായിരിക്കും വായിക്കുക. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോർമേഷൻ പ്ലേറ്റ്സ്. അപ്പോൾ ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞു, ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സെറ്റ് ഓഫ് പ്ലേറ്റ്സ് ആണ് നമ്മുടെ വാനിഷിംഗ് പ്ലേറ്റ്സ്. അത് 10 തൊട്ട് 17 വരെ. ഇത് കാണുന്നുണ്ടോ, ഇത് 10ാമത്തെ, ഇത് 10, 11, 12,
13, 14, 15, 16, 17. ഈ 17 വരെയുള്ള, അതായത് 10 തൊട്ട് 17 വരെയുള്ള പ്ലേറ്റ്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, നമ്മൾ ഡെമോ മെഷീൻ ട്രാൻസ്ഫർ ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു എന്നിട്ട് വാനിൽ കയറ്റി. വാനിഷിംഗ് പ്ലേറ്റ്സ് എന്ന് പറയും. ഈ വാനിഷിംഗ് പ്ലേറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ പ്ലേറ്റ്സുകൾ വായിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാത്ത കളർ വിഷൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിൽ നമ്പേഴ്സൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അവർക്കിവിടെ നമ്പേഴ്സൊന്നും കാണില്ല എന്നുള്ള രീതിക്കായിരിക്കും അവർ പറയാം. അവർ നമ്പേഴ്സൊന്നും കാണുന്നില്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ള രീതിക്കായിരിക്കും അവർ പറയാം. അപ്പോൾ അടുത്ത സെറ്റ് ഓഫ് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17. നമ്മൾ എവിടം വരെ എത്തി? വാന് വരെ എത്തി. വാന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായിപ്പോയി? വാൻ ഹിഡൺ ആയിപ്പോയി. ഹിഡൻ പ്ലേറ്റ്സ് കണ്ടോ? അപ്പോൾ നോർമൽ കളർ വിഷൻ പ്രസൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഇതിനകത്തൊന്നും കാണാൻ പറ്റില്ല, ഇത് ഹിഡൻ ആയിരിക്കും. എനിക്കൊന്നും കാണുന്നില്ല. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കളർ വിഷൻ എന്തോ പ്രശ്നമുണ്ട്. ഇതില്ല. 21 വരെ, 18 തൊട്ട് 21 വരെയുള്ള പ്ലേറ്റ്സ് നോർമലായിട്ടുള്ള ഒരാൾക്ക് കാണാൻ പറ്റില്ല. പക്ഷേ കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇതിനകത്ത് നമ്പേഴ്സ് കാണാൻ പറ്റും. അത് ഏതൊക്കെ നമ്പേഴ്സ് ആണെന്നുള്ളതും ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ ആ നമ്പേഴ്സ് ആയിരിക്കും അവരിതിൽ വായിക്കുക. അപ്പോൾ 18ാമത്തെ പ്ലേറ്റിലും 19ാമത്തെ പ്ലേറ്റിലും 20ാമത്തെ പ്ലേറ്റിലും 21ാമത്തെ പ്ലേറ്റിലും എന്താവും? അവർക്ക് നമ്പേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും നമ്മൾ നോർമലായിട്ടുള്ള ഒരു അബ്നോർമലോ അബ്നോർമൽ ഒരു നോർമലോ ആവും. അതായത് നമ്മൾ നോർമലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് കാണാൻ പറ്റും? ഇതിനകത്ത് നമ്പേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഹിഡൻ പ്ലേറ്റ്സ്. വാൻ എന്തായിപ്പോയി? ഹിഡൺ ആയിപ്പോയി. അപ്പോൾ ഹിഡൻ പ്ലേറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ ഇനിയാണ് നമ്മളിതിൻ്റെ സീരിയസ്നെസ്സിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയാണ് നമ്മൾ പ്രോട്ടനാണോ ഡ്യൂട്ടനാണോ അവർക്ക് പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഈ ചാർട്ട് തൊട്ട്, അതായത് 22 തൊട്ട് 25 വരെയുള്ള പ്ലേറ്റ്സുകൾ നമ്മൾ പറയുന്ന പേരാണ് ഡയഗ്നോസ്റ്റിക് പ്ലേറ്റ്സ്. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്നാണ് ഒരു ഒപ്റ്റോമെട്രിസ്റ്റിനെ, നല്ലൊരു ഒപ്റ്റോമെട്രിസ്റ്റും അല്ലെങ്കിൽ എന്താ പറയുക, ഇതിനെ അറിയില്ലാത്തൊരു ഒപ്റ്റോമെട്രിസ്റ്റിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുക. നല്ല എന്താ പറയുക, നല്ല ഇതിനെപ്പറ്റി ധാരണയുള്ള ഒപ്റ്റോമെട്രിസ്റ്റിന് കൃത്യമായിട്ട് ഇവിടെ തൊട്ട് നമുക്ക് അങ്ങോട്ടേക്ക് അറിയാൻ പറ്റും പേഷ്യൻ്റ് ഏതാ പ്രശ്നമുള്ളത്. ഓക്കെ, ഈ ചാർട്ട് നിങ്ങൾ മര്യാദയ്ക്ക് നോക്കിക്കോ. ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും 2 ഉണ്ട്, 6, 2 ഉണ്ട്, 6 ഉണ്ട്. പക്ഷേ ഈ 2ൻ്റെ കളറും 6ൻ്റെ കളറും സെയിം അല്ല അല്ലേ? 2 കുറച്ച് ബ്രൈറ്റാണ്, ഇത് കുറച്ചുകൂടി ഡാർക്കാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള മുന്നത്തെ പ്ലേറ്റുകളിലെല്ലാം ഈ 2 ലെറ്റേഴ്സ് ഒരേ കളറിലായിരുന്നു. അപ്പോൾ ഇവിടം തൊട്ട് ഒരു ലെറ്റർ ബ്രൈറ്റും, അതായത് കോൺട്രാസ്റ്റ്, ഒരു ലെറ്റർ നല്ല ബ്രൈറ്റും ഒരു ലെറ്റർ കുറച്ച് ഡാർക്കുമായി. അപ്പോൾ റെഡ് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾ, അത് നിങ്ങൾ ഇവിടം തൊട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. റെഡ് ഡെഫിഷ്യൻ്റ് ഉള്ള ഒരാൾക്ക് ഇപ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ള ലെറ്റേഴ്സ് കാണാൻ പറ്റും, പക്ഷേ ലെഫ്റ്റ് സൈഡിലുള്ള ലെറ്റേഴ്സ് അവർക്ക് കാണാൻ പറ്റില്ല. അനോപ്പി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ലെറ്റർ മാത്രമേ കാണുള്ളൂ. ഇനി അനോമലി ആണെന്നുണ്ടെങ്കിൽ ഈ ലെറ്റർ അവർക്ക് ബ്രൈറ്റായിട്ടും ഈ ലെറ്റർ അവർക്ക് കുറച്ച് ഡള്ളായിട്ടായിരിക്കും കാണാൻ പറ്റും. ഇത് കാണാതിരിക്കില്ല. അനോമലി ഉള്ള ആൾക്കാർക്ക് രണ്ടും കാണും, പക്ഷേ ബ്രൈറ്റ്നെസ്സിൽ ഡിഫറൻസ് ഉണ്ടാവും. ഒന്ന് നല്ല ബ്രൈറ്റായിട്ടും ഒന്ന് നല്ല ഡള്ളായിട്ടായിരിക്കും കാണാം. ഇതാണ് പ്രോട്ടൻ്റെ കാര്യത്തിൽ. ഇനി ഡ്യൂട്ടൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചായിരിക്കും. അവർക്ക് 2 നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അനോമലി ആണെങ്കിൽ 2 നല്ല ബ്രൈറ്റായിട്ടും ഈ 6 കുറച്ച് ഡള്ളായിട്ടായിരിക്കും അവർ കാണുക. ഇനി അനോപ്പി ആണെന്നുണ്ടെങ്കിലോ, അതായത് ഡ്യൂട്ടനോപ്പി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 2 മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ 6 ഇവിടെ ആബ്സെൻ്റ് ആയിരിക്കും. ഇതേ സെയിം കാര്യമാണ് അടുത്ത പ്ലേറ്റിൽ വരുന്നത്. രണ്ടാമത്തെ പ്ലേറ്റിലേക്ക് വരുമ്പോൾ ഇത് നോക്കി, ഇവിടെ കളറിൻ്റെ വ്യത്യാസമുണ്ട് കണ്ടോ. 4, അതേപോലെ തന്നെ 2 അല്ലേ, അത് തന്നെ 42. ഈ 42 എന്നുള്ളതിൽ റെഡ് പ്രോട്ടനോപ്പിക്ക് പ്രശ്നമുള്ള ആൾക്കാർക്ക് റൈറ്റ് സൈഡ് ആയിരിക്കും പ്രശ്നം. റൈറ്റ് സൈഡ് കാണാൻ പറ്റും അവർക്ക്, അപ്പോൾ 2 എന്ന് അവർ വായിക്കും. ഇതവർക്ക് പ്രോട്ടനോപ്പി ആണെന്നുണ്ടെങ്കിൽ ഇതവർക്ക് വായിക്കാനേ പറ്റില്ല. ഇനി പ്രോട്ടനോമലി ആണെന്നുണ്ടെങ്കിൽ ഇതവർക്ക് നല്ല ഡാർക്കായിട്ടും ഇതവർക്ക് ലൈറ്റായിട്ടും ഡള്ളായിട്ടും കാണാൻ പറ്റും. നേരെ തിരിച്ചു, ഡ്യൂട്ടനോപ്പി ഉള്ള ആൾക്ക് 4 ക്ലിയറായി കാണാൻ പറ്റും, ഈ 2 കാണാൻ പറ്റില്ല. ഡ്യൂട്ടനോമലി ഉള്ള ഒരാൾക്ക് 4 ക്ലിയറായിട്ട് കാണാൻ പറ്റും, 2 എന്തായിട്ടായിരിക്കും കാണുക? ഡള്ളായിട്ടായിരിക്കും കാണാം. സെയിം സാധനമാണ് അടുത്ത പേജിലും വരുന്നത്. അതേ കാര്യം തന്നെ, പ്രോട്ടനോപ്പിയ, ഡ്യൂട്ടനോപ്പിയ. എപ്പോഴും റൈറ്റ് സൈഡിലുള്ളത് റെഡാണെന്ന് വിചാരിച്ചാൽ മതി. റൈറ്റ് സൈഡിലായിരിക്കും എപ്പോഴും റെഡിൻ്റെ ഒരു ഇത് വരുന്നത്.
ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് ട്രേസിംഗ് പ്ലേറ്റ്സ് കൂടി പറയാനുള്ളൂ. ട്രേസിംഗ് പ്ലേറ്റ്സ് എളുപ്പമാണ്. അതായത് നമ്മൾ ഇല്ലിറ്ററേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ കുട്ടികൾക്കുമാണ് മെയിനായിട്ടും ട്രേസിംഗ് പ്ലേറ്റ്സ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ഞാൻ പറഞ്ഞല്ലോ കൺജനിറ്റൽ ആയിട്ടുള്ള ഒരു ഡിഫക്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കളർ വിഷൻ ചെക്ക് ചെയ്യേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഇനി എന്തെങ്കിലും ഫാമിലി ഹിസ്റ്ററിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും കുട്ടികളെ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ കുട്ടികളെ ടെസ്റ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഇതിനേക്കാളും നമ്മൾ മറ്റേ ടെസ്റ്റുകളൊക്കെയാണ് D15ഉം 100 ഹ്യൂ ടെസ്റ്റൊക്കെയാണ് പിള്ളേർക്ക് എളുപ്പം. കാരണം അവർ അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ. ഇനി പിള്ളേർക്ക് അതൊന്നും നമ്മുടെ കയ്യിൽ എല്ലാ ക്ലിനിക്കിലും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ നമുക്ക് സ്ക്രീനിങ് ചെയ്യാനുള്ള എളുപ്പം ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുത്തിട്ട് ഇവരുടെ കയ്യിലൊരു പെൻസിൽ എങ്ങാനും കൊടുക്കുക. പെൻസിൽ ഇതിങ്ങനെ ഈ മൂർച്ചയുള്ള ഭാഗം കൊടുക്കരുത്, തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ പേനയോ നിബില്ലാത്തൊരു പേനയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് അവരോട് ഇങ്ങനെ ട്രേസ് ചെയ്യാൻ പറയും. ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വരയ്ക്കാൻ പറയാം. വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് നോർമലാണ്. ഇനി വരയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലേറ്റിൽ അവർക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പ്ലേറ്റ്സ് ട്രേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കതിനനുസരിച്ചിട്ട് കളർ വിഷനും കാര്യങ്ങളും എല്ലാം പ്രസൻ്റ് ആണ് ആബ്സെൻ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിലും നമ്മുടെ നേരത്തെ ഉള്ളതുപോലെ തന്നെ ഹിഡൻ പ്ലേറ്റ്സും വാനിഷിങ് പ്ലേറ്റ്സും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന സെയിം ഇത് തന്നെയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതിലും 2 കളറുണ്ട്. അടുത്ത ഉള്ളിലെ പ്ലേറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു കളർ ബ്രൈറ്റും ഒരു കളർ ഡാർക്കും ആവുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ കളറുകളുടെ എന്താ പറയുക ബ്രൈറ്റ്നസ് വെച്ചിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ ഇവിടെ നോക്കിയ സമയത്ത് റൈറ്റ് സൈഡിലുള്ള കളറല്ല ഇതേ കളറാണ് ഇവിടെ താഴെ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് പ്രോട്ടനോപ്പിയും ഡ്യൂട്ടനോപ്പിയും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഈ ടെസ്റ്റിനകത്ത്, അതായത് നമ്മൾ ട്രേസ് ചെയ്യുന്ന സമയത്ത് നിന്ന് പ്രോട്ടനോപ്പിയും ഡ്യൂട്ടനോപ്പിയും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 25 പ്ലേറ്റ് വരെ നമ്മളെത്തി. ഇനിയിപ്പോൾ ഇതിൻ്റെ റെക്കോർഡിങ്ങും കൂടി പറയാനുള്ളൂ. റെക്കോർഡിങ്ങും അതുപോലെ തന്നെ നോർമൽ വാല്യൂസും. റെക്കോർഡിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ആദ്യത്തെ പ്ലേറ്റ്സ് നമ്മുടെ ഫസ്റ്റത്തെ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഡെമോൺസ്ട്രേഷൻ പ്ലേറ്റാണ്. ഇത് എല്ലാവർക്കും വായിക്കാൻ പറ്റും. അപ്പോൾ ഈ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന പ്ലേറ്റ് നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല. അത് ഒഴിവാക്കിയിട്ടുള്ള ബാക്കി പ്ലേറ്റ്സ്, അതായത് ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത് 25ാമത്തെ പ്ലേറ്റിലാണ്. 25 വരെ എത്തി. ഈ 25ൽ നിന്ന് 1 കുറയ്ക്കാം. അപ്പോൾ ബാക്കി 24 പ്ലേറ്റ്സ്. ഈ 24 പ്ലേറ്റ്സിൽ എത്ര പ്ലേറ്റ്സ് ആണ് എൻ്റെ പേഷ്യൻറ്റ് വായിച്ചത്? അപ്പോൾ എൻ്റെ പേഷ്യൻറ്റ് 17 പ്ലേറ്റ്സ് ആണ് വായിച്ചതെന്നുണ്ടെങ്കിൽ 17/24. അപ്പോൾ 24-ൽ 17 എണ്ണം വായിച്ചു. അപ്പോൾ നമ്മുടെ നോർമൽ വാല്യൂ ആയിട്ട് പറയുന്നത് 17 ആണ്. 17-ന് മുകളിലേക്ക് 17 അല്ലെങ്കിൽ 17-ന് മുകളിലേക്കോ 24 വരെയുള്ള പ്ലേറ്റ്സിൽ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് കളർ വിഷൻ നോർമലാണ്. ഇനി 13-ൽ താഴെ വരികയാണ്. 13-ലും താഴെ വരുവാണെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് കളർ ഡെഫിഷ്യൻ്റ് ആണ്. അത് ഏത് കളറാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റുമല്ലോ. ഏത് കളറാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഏത് കളറാണെന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റും. അതായത് 13 13/24 അതിൽ ഡ്യൂട്ടനോമലി അല്ലെങ്കിൽ പ്രോട്ടനോമലി അല്ലെങ്കിൽ ഡ്യൂട്ടനോപ്പിയ അല്ലെങ്കിൽ പ്രോട്ടനോപ്പിയ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് റെക്കോർഡ് ചെയ്യുന്നത്. 38/38 എന്ന് എഴുതിയിട്ട് നോർമൽ എഴുതി വെക്കുന്നത് ശരിക്കും തെറ്റാണ് അല്ലേ? എങ്ങനെ വായിക്കും? നമുക്ക് വായിക്കാൻ പറ്റത്തില്ലല്ലോ. ഹിഡൻ ആയിട്ടുള്ള പ്ലേറ്റ്സ് നമുക്ക് വായിക്കാൻ പറ്റില്ല, നോർമലായിട്ടുള്ള ഒരാൾക്ക് വായിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ലോജിക്കലി അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കളർ വിഷൻ ടെസ്റ്റുകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഡോക്ടറൊക്കെ അടുത്തൊക്കെ പോയി പറയാം, ഡോക്ടർ ഈ പേഷ്യൻ്റ് ഡ്യൂട്ടനോപ്പാണ് അല്ലെങ്കിൽ പ്രോട്ടനോപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമുക്കൊരു ഇമ്പ്രഷൻ കിട്ടും. വെറുതെ ഇങ്ങനെ പോയിട്ട് ഡോക്ടർ എന്തോ പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ പറയുന്നതിനേക്കാളേ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒപ്റ്റോമെട്രിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്കിത് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇന്നതാണ് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇഷിഹാരയെ പറ്റി പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് മെസ്സേജൊക്കെ അയക്കാനാണെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബിൽ കമൻറ്റ് ഇടുന്നത് മെയിൽ അയക്കുന്നതൊന്നും എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം എന്തെങ്കിലും റിപ്ലൈ ഒക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ആ ഒരു പർപ്പസിന് വേണ്ടി തുടങ്ങിയതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഷോർട്സ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റയിൽ വിടാമെന്ന് വെച്ചിട്ട് അങ്ങനെ എന്തോ ഒരു ഓളത്തിന് അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റ നോക്കാം, ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഒപ്റ്റോമെട്രി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണൊന്നും അടിക്കണ്ട, കാരണം ബെല്ലൈക്കൺ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് എപ്പോഴും പഠിക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പഠിക്കാനുള്ള സമയത്ത് വേണമെങ്കിൽ നോക്കിയാൽ മതി. ദിസ് ഇസ് ജിതിൻ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ 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 ബൈ.